ഐഷത്തുൽ ഷംനയും അനുശ്രീയുമാണ് ഏടാകൂടത്തിന്റെ അടുത്ത് പോയെന്ന് കാര്യങ്ങൾ നോക്കിയത്, പക്ഷെ ഒന്നും നടന്നില്ല. അവതരണം കൊണ്ടും ചമയം കൊണ്ടും മറ്റു മത്സരങ്ങളിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ് യക്ഷഗാനം. ഗ്ലാമറിനും അധ്വാനത്തിനും ഒട്ടും കുറവില്ലെങ്കിലും കലോത്സവ വേദികൾക്കപ്പുറം ഈ നൃത്തരൂപത്തിന്റെ പ്രസക്തി എന്ത് എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. എന്നാൽ കലോത്സവത്തിന്റെ ആവേശവും കലയോടുള്ള സ്നേഹവും മാത്രമാണ് യക്ഷഗാനത്തെ ഇന്നും വേദിയിൽ എത്തിക്കുന്നത്. 400ഓളം വർഷത്തെ പഴക്കമുള്ള നൃത്തരൂപം ക്ലാസിക്കൽ കലാരൂപങ്ങളുമായി സാദൃശ്യം തോന്നുമെങ്കിലും അടിസ്ഥാനപരമായി ഒരു നാടൻ കല. രാമായണവും മഹാഭാരതവുമൊക്കെ ഇതിവൃത്തങ്ങൾ. തട്ടിൽ കയറാൻ ലക്ഷങ്ങളുടെ ചിലവ്. ഭാഷ കൊണ്ടും വേഷം കൊണ്ടും മുഖത്തെഴുത്തുകൊണ്ടും കളർഫുൾ മത്സരം. 12 ജില്ലകളിൽ നിന്നും മത്സരാർത്ഥികൾ ഉണ്ടെന്നതും നിറഞ്ഞ സദസ്സിന് മുൻപിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നതുമാണ് ഇത്തവണത്തെ യക്ഷഗാനത്തിന്റെ മാറ്റുകൂട്ടിയത്. തട്ടിൽ കയറുന്ന പല സ്കൂളുകളിലെയും കുട്ടികളാകട്ടെ മാധവൻ മാഷിന്റെ ശിഷ്യരാണ്. വർഷങ്ങളായി കലോത്സവ വേദികളിലെ യക്ഷഗാന മത്സരം അങ്ങനെ തന്നെയാണ്. ഞാൻ യക്ഷഗാനം ജീവിതം 42 വർഷമായി, പിന്നെ കലോത്സവത്തിൽ 20 വർഷമായി. എൻ്റെ പ്രശ്നമല്ല, വേറെ ടീമുകാർക്ക് 1,80,000 2 ലക്ഷം വരെ ചിലവ് വാങ്ങുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത്ര ചിലവുണ്ട്. പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ വേദന സഹിക്കുന്ന എൻ്റെ കുട്ടികളാണ്. കിരീടം കെട്ടിയിട്ട് വേദന ഉണ്ട്, നല്ലോണം വേദന ഉണ്ട്. ക്ഷേത്രങ്ങളിൽ വളരെ ഭക്തിയോടെ അനുഷ്ഠിച്ചു പോരുന്ന കലാരൂപമാണ് യക്ഷഗാനം. കർണാടകയിൽ ഉരുത്തിരിഞ്ഞ നാടോടി കലാരൂപമായതിനാൽ കന്നഡ ഭാഷയിലാണ് ഇത് അവതരിപ്പിക്കേണ്ടത്. സംഭാഷണങ്ങളും സംഗീതവുമൊക്കെ കന്നഡയാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളി. കുറേ നാൾ പിടിച്ചു പഠിച്ചൊക്കെ എടുത്താൻ, കാരണം അവരുടെ സ്ലാങ് ഒന്ന് തെറ്റിപ്പോയാൽ അർത്ഥം തന്നെ മാറിപ്പോവും. അത് കാരണം ഞങ്ങൾ ഒത്തിരി പ്രയത്നിച്ചു ഇതിനു വേണ്ടി. ഡയലോഗ് പഠിക്കാൻ ഏറ്റവും ടഫ്, കാരണം നമ്മുടെ സ്ലാങ്ങും അവർ കന്നഡ പറയുമ്പോൾ അക്ഷരങ്ങൾ മാറുമ്പോഴത്തേനും അർത്ഥം മാറിപ്പോവും. അപ്പോൾ വേറെ പല വാക്കുമാവും. അപ്പം ഡയലോഗാണ് പാട്. ചമയം മുതൽ അവതരണം വരെ ഏറെ പ്രയാസമാണ് യക്ഷഗാനത്തിന്റെ ഒരുക്കങ്ങൾക്ക്. എന്നാൽ കേരളത്തിൽ കാസർഗോഡ് മാത്രം ഇന്ന് പ്രചാരത്തിലുള്ള യക്ഷഗാനം ഇന്നും നിലനിൽക്കുന്നത് തന്നെ കലോത്സവ വേദികളിലൂടെയാണ്, കലോത്സവങ്ങളിൽ മാത്രമാണ്. ഇതിപ്പോൾ നേരത്തെ മാഷ് പറഞ്ഞ പോലെ ഈ നല്ല വെയിറ്റ് ആണ്, പഠിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിനപ്പുറത്തോട്ട് ഇത് യൂത്ത് ഫെസ്റ്റിവൽ കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ഈ ഭരതനാട്യം മോഹിനിയാട്ടം പോലെയൊന്നും വേറെ ഒരു കലയായിട്ട് അധികം കാണാറില്ല. അപ്പോൾ ഈ യൂത്ത് ഫെസ്റ്റിവലിന് വേണ്ടി മാത്രം ഇത്രയും എക്സ്പെൻസ് അല്ലെങ്കിൽ ഇത്രയും എഫേർട്ട് എടുത്ത്, അപ്പോൾ അതിലെന്തെങ്കിലും ഇപ്പോൾ ടീച്ചേഴ്സിൻ്റെ ഒക്കെ സപ്പോർട്ട് കാരണം നമ്മളിങ്ങനെ കയറി പോകുന്നു. സാറ് വന്ന് പഠിപ്പിച്ച പാരൻസ് എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ. കഴിഞ്ഞ വർഷം ഞങ്ങൾ സ്റ്റേറ്റ് വരെ വന്നതാണ്. അപ്പം ഈ വട്ടവും ഞങ്ങളോട് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഫുൾ കോൺഫിഡൻസ് വന്നതാണ്. ഈ ഒരു ആർട്ടിനോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണോ എപ്പോഴും ഇതിന് വേണ്ടി തന്നെ, ഈ യക്ഷകലയ്ക്ക് വേണ്ടി തന്നെ ഇതിനോടുള്ള ഇഷ്ടവും ഒരു ഇത് ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. വെറൈറ്റി ആയതുകൊണ്ട് അപ്പോൾ പെട്ടെന്ന് ആൾക്കാർ ശ്രദ്ധിക്കുമല്ലോ, അതുകൊണ്ട് ഞങ്ങൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഇവർക്ക് സ്റ്റേജ് കയറാനുള്ള സമയമായി. യൂത്ത് ഫെസ്റ്റിവലിനപ്പുറം ഇത്രയും എഫേർട്ട് എടുത്തിട്ടും ഇത്രയും എക്സ്പെൻസ് ആയിട്ടൊക്കെ യൂത്ത് ഫെസ്റ്റിവലിനപ്പുറം ഇത്ര മത്സരങ്ങളൊന്നും പിന്നീട് വേദികൾ കാണുന്നില്ല എന്നതൊരു സങ്കടമുള്ള കാഴ്ച തന്നെയാണ്. എന്തായാലും അതാണ് യക്ഷഗാനത്തിൻ്റെ യൂത്ത് ഫെസ്റ്റിവൽ കലോത്സവ വിശേഷങ്ങൾ. ക്യാമറാമാൻ സന്തോഷിനൊപ്പം ഐഷത്തുൽ ഷംന, ന്യൂസ് 18.